അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ബോട്ട് കയറി ദേരയിൽ നിന്ന് ബർദുബായി എത്തി. ഫ്രൂട്ട്സ് കടയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് സോക്ക് ബർദുബായിൻ്റെ അവിടെയാണ്. നല്ല തിരക്കാണ്. പിന്നെ പകലിൻ്റെയും രാത്രിൻ്റെയും ഇടയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കാണുന്നത്. വൗ, വാട്ട് എ ബ്യൂട്ടി. മേഘങ്ങൾ പല പല ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ഓരോരുത്തർ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തും കിട്ടിയില്ല കേട്ടോ, അത്ര തിരക്ക്. ബ്യൂട്ടി. ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ സൈഡിൽ കടൽ, ഈ സൈഡിൽ ആളുകൾ, ഇപ്പുറത്ത് റെസ്റ്റോറൻറ്റ്. ഇവിടെ ആയിരുന്നു പൊളിഫെയർ ചെയ്ത് വരുന്നു കേട്ടോ. ഇത് ദുബായിയുടെ പുരാതന ബോട്ടുകളാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒട്ടകമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അങ്ങനെ നടന്ന് ഞാൻ അൽസീഫിലെത്തി. അൽസീഫിലെ പെരുന്നാളിലെ തിരക്കൊക്കെ കാണാം. ഇത് നല്ല തിരക്കാണ്. പഴയ മ്യൂസിയം. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ബോട്ട് കയറി ദേരയിൽ നിന്ന് ബർദുബായി എത്തി. ബർദുബായിലെ ഈദ് കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോയി നോക്കാം. ഇവിടെ നല്ല തിരക്കുണ്ടാവാനാണ് സാധ്യത. പോയി നോക്കാം നമുക്ക്. ഇവിടെ അസാധ്യ തിരക്ക് തന്നെയാണ്. ഇത് ഇവിടുത്തെ ഫ്രൂട്ട്സ് കടയാണ്. ഇതിലൂടെ അങ്ങനെ പോയി നോക്കാം. ഇവിടെ നിന്ന് കാലുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. സമയം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. തിരക്ക് പിടിച്ച ദുബായ്. ഇതിലൂടെ അങ്ങനെ പോയി നോക്കാം നമുക്ക്. ഇവിടെ ചായ, പക്കവട എല്ലാം കിട്ടുന്ന കടകളുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല തിരക്കായിരിക്കും. ചായ, പക്കവട. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾ എന്ന് വന്നാൽ കാണാൻ കഴിയില്ല. പെരുന്നാൾ ദിവസം തന്നെ വരണം, അത്രയും തിരക്കുള്ള കാഴ്ചകൾ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് സോക്ക് ബർദുബായിൻ്റെ അവിടെയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കാണാം നമുക്ക്. വേറെ ലെവലാണ്. ഫോളോ മീ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ പോയിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ എത്രത്തോളം തിരക്കും മനോഹരമായ കാഴ്ചകളും ഉണ്ട് എന്ന്. ഇവിടെ ആളുകൾ മീനിന് തീറ്റ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ആളുകളുണ്ടാവും. പിന്നെ അതുപോലെ ബോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ മീനിന് തീറ്റ ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് കയറാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ബോട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് നല്ല തിരക്കാണ്, ബോട്ട് കിട്ടാൻ പാടാണ്. ഏതായാലും നമുക്ക് ഇതിലൂടെ അങ്ങനെ പോയി നോക്കാം. സായാഹ്നം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സായാഹ്നമാണ് ഇപ്പോൾ കാണുന്നത്.
പകലിൻ്റെ രാത്രിൻ്റെ ഇടയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കാണുന്നത്. വാട്ട് എ ബ്യൂട്ടി. മേഘങ്ങൾ പല പല ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോട്ടിന് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. സോറിയാ. തിരക്ക് പിടിച്ച ദുബായിയുടെ മനോഹര കാഴ്ചകൾ നിങ്ങൾക്കായി സമ്മാനിക്കുന്നത് മിസ്റ്റർ സജിൽ വ്ളോഗ്സ് ദുബായ്. എന്താ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ആയിക്കോട്ടെ. ഗ്രൂപ്പ് പോയ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. വാട്ട് എ ബ്യൂട്ടി. ഒരിക്കലും ആർക്കും ഇതേപോലെ ചിത്രം വരക്കാൻ കഴിയായില്ല. ഇതൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ഓരോരുത്തർ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. യാദൃശ്ചികമായി ഉണ്ടാകുന്ന ചിത്രങ്ങളാണ്. ഇത്ര മനോഹരമായ കാഴ്ച എനിക്ക് ഇപ്പോൾ അടുത്ത കാലത്തും കിട്ടിയില്ല കേട്ടോ. അത്ര തിരക്ക്. ഞാൻ സാധാരണ അങ്ങനെ ബുർജ് ഖലീഫ വഴിക്കൊക്കെ സാധാരണ പെരുന്നാളായി കഴിഞ്ഞാൽ പോകാറ്. പക്ഷേ ഇന്ന് ഞാൻ പോയില്ല. നല്ല തിരക്കാണ്, നല്ല തിരക്കാണ് സുഹൃത്തുക്കളെ. വാട്ട് എ ബ്യൂട്ടി. ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ സൈഡിൽ കടൽ, ഈ സൈഡിൽ ആളുകൾ, ഇപ്പുറത്ത് റെസ്റ്റോറൻറ്റ്. വാട്ട് എ മനോഹരമായ കാഴ്ച. അടിപൊളി ഡ്രസ്സുകളിട്ട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ആരും മോശമല്ല, തകർപ്പൻ ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് എല്ലാവരും. ഒന്നിനൊന്നും മെച്ചമാണ് ഓരോരുത്തരുടെ ഡ്രസ്സുകൾ. പല കൺട്രികളും പല രീതിയിലുള്ള മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് പോകുന്നത്. രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു, പകൽ അസ്തമിക്കാൻ നിൽക്കുന്നു. അതിൻ്റെ ഇടയിലുള്ള മനോഹരമായ കാഴ്ച. ഇത്തരം കാഴ്ചകൾ വളരെ ദൗർലഭ്യമായിട്ടേ കിട്ടാറുള്ളൂ. ഇങ്ങനെ ഒരു ഫങ്ഷൻ സമയത്ത് ഇവിടെ എന്താ തിരക്കുണ്ടാകുമ്പോൾ ഇവിടെ ഞാൻ വൈഡ് ആംഗിൾ ഇട്ടു. വൈഡ് ഇട്ടാലേ ഇത് ഫുള്ളായി കിട്ടുള്ളൂ. चावल थोड़ी जो हाथ मारेंगे वो खराब हो जाएगा. ഇവിടെ ഈ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ₹1 നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് തരും. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നോക്കാനും ആളുകളുണ്ട്. അതിന് മുകളിലിരിക്കാനൊന്നും ആയിക്കില്ല. അവിടുത്തെ സെക്യൂരിറ്റി താഴെ ഇറങ്ങാൻ വേണ്ടി പറയും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ പറഞ്ഞാൽ വേറെ അസാധ്യ കാഴ്ചകളാണ്. ഇവിടെ ആയിരുന്നു ഒരു ഹോളിയുടെ സമയത്ത് എല്ലാവരും കളറൊക്കെ ഇട്ട് തകർത്ത് അഭിനയിച്ചിരുന്ന സ്ഥലം. ഇവിടെ ബോട്ട് സ്റ്റേഷനുണ്ട്, വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്.
അവിടെ ബോട്ട് കയറി ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നിരുന്നില്ലേ, അതൊക്കെ ഈ ഭാഗത്തേക്കാണ്. പിന്നെ അൽസീഫിൻ്റെ വഴിക്കും പോയിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. ഇവിടെ പഴയ രീതിയിലാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പഴമ നിലനിർത്തുന്ന ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും അപ്പോഴും പഴയ രീതിയിലാണ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക കേട്ടോ. ചെങ്കളയാ കാണുന്ന ഇൻഫിനിറ്റി ബ്രിഡ്ജാണ്. അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത് അതാ, അത് ഇൻഫിനിറ്റി ബ്രിഡ്ജാണ്. ഒരു ഫെരി, അത് ഒരു ഫെരി. സുഹൃത്തുക്കളെ, ഒരു അടിപൊളി ഫെറി ഇത് വരുന്നു കേട്ടോ. ഇത് ദുബായ് RTO ഫെറിയാണ്. പക്ഷെ എനിക്ക് ഇതിലേറെ ഇഷ്ടം ചെറിയ ബോട്ട് പോകുന്ന കേട്ടോ. ഇതാകുമ്പോൾ അടച്ചിട്ട് ഇങ്ങനെ ആ ലെവലിൽ ഇങ്ങനെ പോകണം. വലിയ ബോട്ടാണത്. അപ്പോൾ ഇതൊരു ഹോട്ടൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇതൊരു സ്റ്റേജാണ്. ഇവിടെ എന്താ സംഭവം പോയി നോക്കാം നമുക്ക്. ദുബായിയുടെ പുരാതന ബോട്ടുകളാണ് കേട്ടോ. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ളതാണ്, ഒരു മ്യൂസിയം പോലെ. പിന്നെ ഇതേപോലത്തെ ഒട്ടകമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടകത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു മനോഹരമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് അൽസീഫിലാട്ടോ. അങ്ങനെ നടന്ന് ഞാൻ അൽസീഫിലെത്തി. അൽസീഫിലെ പെരുന്നാളിലെ തിരക്കൊക്കെ കാണാം നമുക്ക്. ഓക്കെ, ഒരുപാട് വീട് ഞാൻ എടുക്കുന്നില്ല, കാരണം ബാറ്ററിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ നല്ല തിരക്കാണ്. അൽസീഫിൽ എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. ഇവിടെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു ഏരിയയാണ്. ഇവിടെ നല്ല ആളുകളുണ്ട്. പഴയ മ്യൂസിയം, പഴയ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ലൈറ്റുകൾ സംഭവങ്ങളൊക്കെ വേറെ ലെവലാണ്.